കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിലെ വഴിയോര വിശ്രമ കേന്ദ്രത്തിലെ ശുചിമുറിയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് വ്യാപാരികൾക്കും യാത്രക്കാർക്കും ദുരിതമാവുന്നു. നഗരസഭ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടായില്ലെന്ന് സമീപത്തെ വ്യാപാരികൾ ആരോപിച്ചു. പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയതായി വ്യാപാരികൾ പറഞ്ഞു. ഭയങ്കര ദുർഗന്ധം, നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. എല്ലാം സഹിക്കാം, വേറെ വഴിയില്ലാതെ സഹിക്കാൻ മാത്രം ഒരു സഹിക്കാൻ പറ്റാത്ത രാവിലെ ഒന്നും അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല. അവിടെ അങ്ങോട്ട് രണ്ടാഴ്ചയിലധികമായി ഈ കെട്ടിടത്തിലെയും സമീപത്തെയും വ്യാപാരികളും ഇവിടെ ബസ് കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരും ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഭയങ്കര ദുർഗന്ധം, അല്ലാതെ വാസനയാണ്. നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. കടയിൽ നിന്നിട്ട് ജോലി ചെയ്യാനും കൂടി ജോലി ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വരുന്നാളും പോന്നാളും എല്ലാം പറയുന്നുണ്ട്. ഇത് വല്ലാതെ വാസന. ഒരു പരിഹാരം ഉണ്ടായി. ഒരിതും പരാതിപ്പെട്ടു, പല പ്രാവശ്യമായിട്ട് പരാതിപ്പെട്ടു. എല്ലാ സമയത്തും രാവിലെ തൊട്ട് രാത്രി വരെ ഇതേ വാസനയുണ്ട്. വേറെ ഇപ്പം എന്ത് ചെയ്യാം? പരാതിപ്പെട്ടല്ലേ പറ്റും. ഇതിപ്പോ ഇതിന്റെ സിസ്റ്റം ഇങ്ങനെയുള്ള കച്ചവടക്കാർക്ക് അറിയില്ലല്ലോ. ഇഷ്ടംപോലെ വിദ്യാർത്ഥികളും എല്ലാം നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവരാരും ഇപ്പം ഇത് തന്നെ ആദ്യം മൂക്ക് പൊത്തണം. കച്ചവടത്തിന് ഇഷ്ടം പോലെ ബാധിച്ചു, നല്ലോണം ബാധിച്ചിട്ടുണ്ട്. രൂക്ഷമായ ദുർഗന്ധം കാരണം ഈ ഭാഗത്തെ കടകളിലിരുന്ന് കച്ചവടം നടത്താനോ യാത്രക്കാർക്ക് ഇവിടെ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. നല്ല സ്മെല്ല്, നിൽക്കാൻ പറ്റുന്നില്ല. ഈ കോളേജ് കുട്ടികളെല്ലാം വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ടാണ്. ഇവിടെ കച്ചവടം കിട്ടുന്നില്ല. ആരെല്ലാവരും മുഖം പൊത്തിയിട്ട് ഇവിടെ നിൽക്കുന്നു. ഭയങ്കര സ്മെല്ലാണ് എല്ലാ സമയത്തും. കുറെ ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കി, അവർ വരുന്ന സമയത്ത് സ്മെല്ല് ഉണ്ടാവില്ല. നമുക്കിവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന നമുക്ക് സ്മെല്ല് ഭയങ്കര സ്മെല്ല്. മഴയത്ത് ഇത് കുറെ പ്രാവശ്യമായി, ഇത് തുടങ്ങിയതുണ്ട്, സ്മെല്ലുണ്ട്. അധികാരം വന്ന് നോക്കിയില്ല, അതിനൊരു നടപടി ആരും എടുത്തിട്ടില്ല. ഈ പ്രശ്നം കാരണം ആളുകൾ ഈ ഭാഗത്തേക്ക് വരാൻ മടിക്കുന്നത് കച്ചവടത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു. ബാത്റൂമിന്റെ സ്മെല്ല്, വേസ്റ്റിന്റെ സ്മെല്ല് നല്ല വരുന്നുണ്ട്. രാവിലെ ഒന്നും അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ ലോട്ടറി പിടിയില്ല മനീഷ, അവിടെ നിന്ന് അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല. ചില സമയത്ത് ഇങ്ങോട്ട് ആ കാറ്റിന് ഇങ്ങോട്ടും വരുന്നുണ്ട്. അതിൽ ഇപ്പൊ രാവിലെ ഉണ്ടേനു, ഇന്നലെ ഉണ്ടേനു. ഇപ്പം കുറച്ച് എന്തോ ഒരു കുറഞ്ഞ പോലെ ഉണ്ട്. പിന്നെ എല്ലാം ടൈം ഉണ്ട്. അവരോടെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാം പരാതി കൊടുത്തതാന്ന് മുനിസിപ്പാലിറ്റി പോയിട്ട് കൊടുത്തതാന്ന് തോന്നുന്നുണ്ട്. വന്നിട്ടില്ലാന്നാ തോന്നുന്നത്. നഗരസഭാ അധികൃതർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് വ്യാപാരികളുടെ ആരോപണം. ജില്ലാ കളക്ടർ, മുഖ്യമന്ത്രി എന്നിവർക്കുൾപ്പെടെ വ്യാപാരികൾ പരാതി നൽകിയിട്ടുണ്ട്. ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ അമ്മാതിരി നിൽക്കാൻ പറ്റാത്ത സ്മെല്ലാണ്. അതിന് നമ്മൾ മുനിസിപ്പാലിറ്റി ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ അവർ ആരോഗ്യവകുപ്പിൻ്റെയോ അടുത്ത രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ട് നോക്കി അവർക്ക് ബോധ്യപ്പെട്ടു. പിന്നെ സ്മെല്ലിട്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. ശരി, നമ്മൾ ആളെ അയക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതിനുശേഷം ഇന്ന് ഈ ദിവസം വരെയായിട്ട് അവർ വന്നിട്ടില്ല, നോക്കിയിട്ടുമില്ല. ഇതിപ്പം ഒരു 2 ആഴ്ചക്ക് മേലെ നല്ല ഇത് വന്നിട്ട് എല്ലാ സമയം രാവിലെ 6 മണിക്ക് കട തുറക്കും. 6 മണിക്ക് കട തുറന്നാൽ ആ സമയം മുതൽ സ്മെല്ലായി. കൂട്ടുകാർ ഇടുന്ന് ഈ സ്മെല്ല് പെട്ടെന്ന് അങ്ങനെ വെള്ളം ഒഴിക്കുമായിരിക്കും ചിലപ്പോൾ സ്മെല്ല് വരിക. അപ്പോഴേക്ക് ഇടുന്ന പിള്ളേരുടെ ഒറ്റപ്പോക്കായിരിക്കും. അടിയന്തരമായി പ്രശ്നം പരിഹരിച്ച് വ്യാപാരികൾക്ക് സുഗമമായി കച്ചവടം നടത്താനും യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കാനുമുള്ള സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.